Hey all, welcome to Rise Up Daily Answer Writing Club. Today is the day 26 of our daily answer writing. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൽ ഒരു ആൻഷ്യൻ ആൻഡ് മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗുപ്ത പീരീഡ് ആൻഡ് ചോള പീരീഡ് ടു ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് എല്ലാവരുടെ അടുത്തും നല്ലൊരു വെൽ ഡിഫൈൻഡ് കണ്ടൻറ് ഉണ്ടാവും. സോ ആ കണ്ടൻറ്റ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ കണ്ടൻറ്റ് നല്ല അപ്പീലിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നിടത്താണ് ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഭയങ്കര ഡയറക്റ്റായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. എന്താണ്, ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അബൌട്ട് ഗുപ്ത പീരീഡ് ആൻഡ് ചോള പീരീഡ്. ബോഡിയിൽ അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് രണ്ട് ഡൈനാസ്റ്റീസിനെയും കൊടുക്കാം. കൺക്ലൂഷൻ ഇതിൻ്റെ സമ്മപ്പ് ചെയ്ത് രണ്ട് പീരീഡും നോർത്തിലെയും സൗത്തിലെയും ആ ഒരു അഡ്വാൻസ്മെൻറ്റിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷനും കൊടുക്കാം. എങ്ങനെയായിരിക്കും എന്ത് മാപ്പായിരിക്കും നമുക്കിതിന് കൊടുക്കാൻ പറ്റുക? നമുക്കിതിന് രണ്ട് പീരീഡും രണ്ട് പേരുടെയും ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഒരു മാപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഇൻട്രോ ഇസ് ദാറ്റ് ദ ഗുപ്ത ആൻഡ് ചോള പീരീഡ്, രണ്ട് പീരീഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഗുപ്ത പീരീഡ് 4 to 6th, ചോള പീരീഡ് 9 to 13th. Period epitomized India's golden ages. The former for excelling in Sanskrit, science and Hindu revival. The later pointed Dravidian architecture, naval power and decentralized governance, together shaping India's civilization legacy. അടുത്തത് എന്ത് ചെയ്യാം? India's cultural heritage was profoundly enriched by Guptas and Cholas. ഗുപ്താസിൻ്റെ അവിടെ ക്ലാസിക്കൽ സംസ്കൃത് ആൻഡ് അജന്ത കേവ്സ്. ചോളാസിൻ്റെ ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് തഞ്ചാവൂർ, പിന്നെ നടരാജ സ്കൾപ്ചേഴ്സ് പറഞ്ഞു. Their patronage of art and literature created enduring tradition that defines India's artistic and spiritual identity. സേഫ് എന്ത് തന്നെയാണ്? അവരുടെ ആ ഒരു ടൈം ലൈൻ പറഞ്ഞിട്ട് പോകുന്ന എൻട്രോ തന്നെയാണ്. സോ ഞാൻ ഒരു മാപ്പിൽ രണ്ടിൻ്റെയും പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ഒറ്റ മാപ്പിൽ ഇത് കാണിക്കാതെ രണ്ട് മാപ്പിലായിട്ട് കാണിക്കുന്നതായിരിക്കും. കാരണം രണ്ട് ടൈം പീരീഡാണ്. ഒറ്റ മാപ്പിൽ കാണിക്കുന്നതിനെ കൊണ്ടും പ്രശ്നമൊന്നുമില്ല. രണ്ട് ടൈം പീരീഡ് ആയതുകൊണ്ട് രണ്ട് പാർട്ടിലും രണ്ടെണ്ണമായിട്ട് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ടൈം പീരീഡ് ഡിഫറൻസ് കൂടെ നമുക്കൊന്ന് അറിയാമെന്ന് കാണിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡിനെ ഗോൾഡൻ ഏജ് ഇൻ ഇന്ത്യൻ കൾച്ചർ എന്നാണ് പറയുന്നത്. ഡ്യൂ ടു അൺപ്രസിഡൻറ്റഡ് അച്ചീവ്മെൻറ്റ് ഇൻ വേരിയസ് ഫീൽഡ്സ്. അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് പറയാം. ലിറ്ററേച്ചർ, സംസ്കൃത് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ? കാളിദാസൻ്റെ വിജ്ഞാന ശാകുന്തളം, മേഘദൂത, രഘുവംശ, വിശാഖദത്തയുടെ മുദ്ര, രാക്ഷസ, ശുദ്രഗേതം, മിത്രകാതിക ഒക്കെ നോട്ടബിൾ പ്ലേസ് ആണ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ മെൻഷൻ ചെയ്താൽ മതി. ഞാനിവിടെ നിങ്ങൾക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കുറേ എക്സാമ്പിൾസ് കൊടുത്തതേ ഉള്ളൂ. ദെൻ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, സ്കോളേഴ്സ് പാറ്റേണായിട്ട് എന്താണ്? ചന്ദ്രഗുപ്ത ടൂൻ്റെ നവരത്നയിൽ എന്തുണ്ട്? സ്കോളേഴ്സിനെ ഭയങ്കരമായിട്ട് പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. സോ എക്സാമ്പിൾ ആര്യഭട്ട റോട്ട് ആര്യഭട്ടീയ, ഇൻട്രൊഡ്യൂസിങ് കൺസെപ്റ്റ് ലൈക്ക് സീറോ ഡെസിമൽസ് ആൻഡ് എർത്ത് റൊട്ടേഷൻ. അതുപോലെ തന്നെ വരാംഹിരാസ് ബൃഹത് സംഹിതയിൽ ആൻഡ് പഞ്ചചിന്താതികയിൽ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അവിടെ ആരൊക്കെയുണ്ട്? ടെമ്പിൾ ആർക്കിടെക്ചർ, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്. ടെമ്പിൾ ആർക്കിടെക്ചേഴ്സിൽ നഗാര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇവരാണ് കൂടുതലായിട്ട് പാട്രണൈസ് ചെയ്തത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ദശാവതാർ ടെമ്പിൾ, അതേപോലെ ബിത്തർഗാവൺ ടെമ്പിളൊക്കെ പറയാം. ദെൻ സ്കൾപ്ചേഴ്സ്, അതിൻ്റെ ജെനിത്തിലെത്തിയിട്ടുണ്ട്. സോ ബുദ്ധ സ്റ്റാച്യു ഓഫ് സാർനാഥ്, ഉദയഗിരി കേവ്സ്, അതുപോലെ തന്നെ സുൽത്താൻഗഞ്ച് ബുദ്ധയൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ പെയിൻറ്റിങ്സ്, ഫ്രെസ്കോ പെയിൻറ്റിങ്ങും ഡിപ്പിക്റ്റിംഗ് ജാതക ടീൽസ് ആൻഡ് ഗുപ്താസ് കോട്ട് ലൈഫ്. എക്സാമ്പിൾ അജന്ത കേവിലെ പെയിൻറ്റിങ്സ്, ആ മുറൽ പെയിൻറ്റിങ്സിലൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ റിലീജിയസ് ഡെവലപ്മെൻ്റ് ആണ്. ഹിന്ദുയിസം റിവൈവ്ഡ് അണ്ടർ റോയൽ പാട്രണേജ്. ഭഗവതിസം ആൻഡ് ശൈവിസം രണ്ട് സെക്ടേഴ്സായിട്ട് ഗ്രോ ചെയ്തു. പിന്നെ മഹായാന ബുദ്ധിസത്തിൻ്റെ റൈസും അതിൻ്റെ ഗ്രോത്തും ബുദ്ധിസ്റ്റ് പീരീഡിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ എഡ്യൂക്കേഷൻ, ആൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? നാളന്ദ ആൻഡ് വിക്രംശില. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ്, ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ ഗുപ്ത പീരീഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ലിറ്ററേച്ചർ, സയൻറ്റിഫിക്
in literature, scientific advancement, temple architecture, sculpture, painting, religious development, education, administrative system. ഇത്രയും പാർട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചോള പീരീഡും അഡ്രസ്സ് ചെയ്യണം. സോ ആർക്കിടെക്ചറൽ മാർവൽസ്, ഇവിടെ എന്ത് പറയാം, ദ്രാവിഡ ടെമ്പിൾ ആർക്കിടെക്ചർ, ഗ്രാൻഡ് ടെമ്പിൾസ്, ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ, ഗംഗൈക്കൊണ്ട ചോളപുരം ആൻഡ് ഐരാവതേശ്വര ടെമ്പിൾ ഇൻ ധാരാസുരം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ദെൻ വിമാനാസ്, ഗോപുരംസും മണ്ഡപംസും ഒക്കെ ആ ഒരു ടെമ്പിൾസിൻ്റെ ഡിഫൈനിങ് ഫീച്ചർ ആയിരുന്നു. ദെൻ ചോള ബ്രോൺസ് കൾച്ചേഴ്സ് എന്താണ്, നടരാജ, അർദ്ധനാരീശ്വര, ദേവി സ്റ്റാച്യൂസൊക്കെ ഇവരുടെ ആ ഒരു സ്കൾപ്ചേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സാണ്. ദെൻ ലിറ്ററേച്ചർ, തമിഴ് ലിറ്ററേച്ചർ ത്രൈവ്ഡ് ഇൻ ദിസ് പീരീഡ്. കമ്പ രാമാവതാരം ആൻഡ് ഷെക്കീസാസ് പെരിയ പുരാണം, അതുപോലെ തന്നെ ആൽവാസും നയനാസും ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്ന ആ ഒരു പീരീഡിലായിരുന്നു. സംസ്കൃത് ആൻഡ് തമിഴ് പാട്രണൈസ് ഇൻ ദയർ കോർട്ട്. ദെൻ എഡ്യൂക്കേഷൻ, ടെമ്പിൾ യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ, സാരംഗപാണി ടെമ്പിൾ, ചിദംബരം. ദെൻ കൾച്ചറൽ എക്സ്പാൻഷൻ, സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചറൽ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ചോളാസ്, ദേ കോൺക്വേർഡ് സൗത്ത് ഇൻക്ലൂഡിങ് ശ്രീലങ്ക ആൻഡ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ്, മലേഷ്യ പോലത്തെ സ്ഥലങ്ങളും രാജരാജ ചോള, രാജേന്ദ്ര ചോളയുടെ സമയത്തൊക്കെ അവരങ്ങോട്ട് പോയിട്ട് അവരുടെ എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. സോ ഡ്യൂറിങ് ദാറ്റ് എക്സ്പാൻഷൻ Indian culture has spread to those areas also. Temple dances introduced of classical dance from Devadasi and Bharatanatyam. Then administrative and local governance highly centralized, but there were participatory governance in the lower level like Sabhas, Nagarams and all. Then land revenue system was well organized with irrigation projects. Grand Aniket, Kallanai ഗ്രാൻഡ് ആനിക്കറ്റ് ഒക്കെ ഇപ്പോഴും ഒരു നോട്ടബിൾ എക്സാമ്പിൾ ആണ് അവിടെ ആ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം, അതേപോലത്തെ ഇറിഗേഷൻ പ്രോജക്ട്സിൽ. ദെൻ മാരിടൈം പവേഴ്സ്, സ്ട്രോങ് നേവി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ദേ ഹാവ് കോൺക്വേർഡ് ശ്രീലങ്ക, മാൽഡീവ്സ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. Then they were having trade with China, Southeast Asia, and for their economic prosperity, and items of trade were textiles, paper and all. Now ഇവരുടെ ഒരു ചെറിയൊരു കമ്പാരിസൺ, ഇതിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങളുടെ അടുത്ത് ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പാരിസൺ കൊടുക്കാം. കമ്പാരിസൺ നമുക്ക് കൺക്ലൂഷനിൽ കൊടുത്താലും മതി. ഫൗണ്ടേഷൻ ഫോർ ക്ലാസിക്കൽ ഇന്ത്യൻ കൾച്ചർ, Cholas preferred Dravidian architecture and maritime trade and participatory. Both dynasties contributed to India's software, influencing art, religion and administration for centuries. Then conclusion എന്ത് ചെയ്യാം, ഒരാൾ നോർത്തിലെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മറ്റൊരാൾ ചോളാസ് സൗത്തിലെ ആയിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഈ ഒരു കൾമിനേറ്റഡ് എഫേർട്ട് ലേറ്റർ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. The Gupta and Cholas left significant mark in Indian heritage and culture, while the Gupta Empire focused on education, science, and Chola dynasty emphasized on art and governance. Their lasting legacy continued to influence and inspire modern India, highlighting the country's cultural diversity, showcasing their contribution to India's heritage. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കണ്ടൻറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് സുഖമായിട്ട് നല്ലൊരു സ്കോർ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നേടാൻ പറ്റും. സോ ഇങ്ങനത്തെ ഈ ഒരു ഗുപ്ത ചോളയ്ക്കൊക്കെ ക്വാളിറ്റി കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.